മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ബിഗ് ബോസ് 50 ദിവസം പിന്നിട്ടപ്പോഴേക്കിനും പല ഗ്രൂപ്പുകളും പൊളിഞ്ഞു. പലരും പുതിയ ഗ്രൂപ്പുകളിലായി. പലർക്കും പല മാറ്റങ്ങളും സംഭവിച്ചു. മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തവരുമുണ്ട് കേട്ടോ. അതായത് സെയിം ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവരുമുണ്ട്. എന്തായാലും ബിന്നിക്ക് വന്ന മാറ്റം വളരെ വലുതാണ്. ബിന്നി ആദ്യം നമ്മുടെ അക്ബർ അപ്പാനി ആ ഒരു ഗ്യാങ്ങിലുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് അക്ബറുമായിട്ട് ഒരു അകലം വന്നു. പിന്നീട് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ബിന്നി ഒഴിഞ്ഞു പോന്നു. ഇപ്പോൾ എന്തായാലും ഒനീൽ അഭിലാഷ് ഗ്യാങ്ങിലാണ് ബിന്നി. ഈ ഒനീലും അഭിലാഷുമാണെങ്കിൽ അക്ബറുമായിട്ട് ഒരിടയ്ക്ക് ചെറിയ രീതിയിൽ അടുത്തു വന്നതായിരുന്നു. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അക്ബർ ഒരു ശത്രു തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഇവർ മൂന്നുപേരും ഇപ്പോൾ സംസാരം നടത്തുന്നത്. അഭിലാഷ് പറയുന്നത്, അക്ബർ, അഭിലാഷ്, ബിന്നി നമുക്ക് മൂന്ന് പേർക്കും ഒരേജാണ്. പക്ഷേ അക്ബറിൻ്റെ വ്യൂവിൽ നീ ഒരു ചെറിയ കുട്ടിയാണ്. അതായത് ബിന്നി ഒരു ചെറിയ കുട്ടിയാണ്. അതാണ് നിന്നെ അവൻ അടിച്ചിരുത്തുന്നത്. അപ്പോൾ ബിന്നി പറയുന്നത്, ഞാൻ അക്ബറിൻ്റെ ആ ഗ്രൂപ്പിൽ നിന്നും മാറിയതിൽ പിന്നെ അക്ബർ എന്നെ പർപ്പസ്ഫുള്ളിയാണ് ഇഗ്നോർ ചെയ്യുന്നത്. എന്തിനേറെ ഫാക്ടറി ഗെയിമിൽ പോലും എനിക്ക് വോയിസ് തരേണ്ട സമയത്ത് തരുന്നില്ല. ഞാൻ വോയിസ് എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് കേൾക്കാതെ തള്ളിക്കളഞ്ഞ് സംസാരിക്കുന്നു. സെക്കൻഡ് ഡേ എല്ലാവർക്കും ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്ത സമയത്ത് എനിക്ക് ഡ്യൂട്ടി ഒന്നും തന്നില്ലായിരുന്നു. കാരണം അക്ബറിൻ്റെ ആഗ്രഹം എനിക്ക് സ്റ്റാർ കിട്ടരുത് എന്നാണ്. എന്നോടെന്തോ ദേഷ്യമുള്ളതുപോലെയാണ് അക്ബറിൻ്റെ പെരുമാറ്റം. എന്നോട് അക്ബർ ഇനി എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും ഞാൻ തിരിച്ചും ചെയ്യാൻ പോകുന്നത്. അക്ബറാണ് എനിക്ക് ആദ്യം തന്നെ കുത്തിത്തിരിപ്പ് എന്നൊരു പേരിട്ട് തന്നത്. ആ സമയത്ത് ഞാനത് തമാശയായിട്ട് എടുത്തു. പക്ഷേ ആദ്യം തന്നെ ഞാനത് നിർത്തേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നെഗറ്റീവ് ഇമേജ് വരില്ലായിരുന്നു. എന്തിനും ഏതിനും അക്ബർ ആദ്യം പറയുന്നത് ബിന്നി കുത്തിത്തിരിപ്പ് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒനീൽ പറയുന്നത്, അത് ശരിയാണ്. പക്ഷേ നീ വീക്കെൻഡ് എപ്പിസോഡിൽ അത് പറഞ്ഞതിൽ പിന്നെ അക്ബർ ആ സംസാരം ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. നീ ആദ്യമേ പറയുകയായിരുന്നെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു ഈ ഒരു വിഷയം. അങ്ങനെ എന്തായാലും ബിന്നിയും അഭിലാഷും ഒനീലും അക്ബറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവരിപ്പോൾ ചെറിയൊരു ഗ്രൂപ്പായി മാറിയിരിക്കുകയും കൂടിയാണ്. ഈ ഗ്രൂപ്പിൽ ആരെ ഉപദ്രവിക്കാതെ നമ്മുടെ സാബുമാനും ഉണ്ട് കേട്ടോ. സാബുമാൻ ഇവർ സംസാരിക്കുന്നതൊക്കെ കേട്ടിരിക്കുന്നു എന്നല്ലാതെ അങ്ങനെ ആരെയും കുറ്റം പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ബിന്നി ഒനീലിൻ്റെയും അഭിലാഷിൻ്റെയും ഗ്രൂപ്പിലേക്ക് വന്നു കയറിയൊരു വ്യക്തിയാണ് കേട്ടോ. അതായത് ബിന്നി എങ്ങനെയായിരുന്നു അക്ബറിൻ്റെയും അപ്പാനിയുടെയും ഗ്രൂപ്പിലേക്ക് വന്നത്, അതുപോലെ തന്നെയാണ് ബിന്നി ഇവരുടെ ഗ്രൂപ്പിലേക്കും വന്നത്. അഭിലാഷിൻ്റെയും ഒനീലിൻ്റെയും മാറിയുള്ള സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല ബിന്നി ഇവരുടെ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയാണെന്ന്. ബിന്നിയാണ് പലപ്പോഴും ഇവരോട് സംസാരിക്കാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ബിന്നി ഇവരുടെ ഗ്രൂപ്പിലേക്ക് ആവാൻ ശ്രമിക്കുന്നതാവാം. റെനെ ആയിരുന്നു ബിന്നിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. റെനെ ഇപ്പോൾ ഔട്ടായിപ്പോയി. അപ്പോൾ സ്വാഭാവികമായും ബിന്നിക്ക് വേറൊരു കൂട്ട് വേണം. അതിനായി ബിന്നി തന്നെ കണ്ടുപിടിച്ച ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഒനീലിൻ്റെയും അഭിലാഷിൻ്റെയും. എന്തായാലും ഈ ഗ്രൂപ്പും ഈ അക്ബറിനെതിരെയുള്ള ചർച്ചകളൊക്കെ എവിടെ വരെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.